ഇന്ത്യൻ 2ന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. കണ്ടു, കൃതാർത്ഥനായി. ഫസ്റ്റ് പടത്തിന് നാണം കെടുത്തു എന്ന് എനിക്ക് ഡൗട്ടായി ഇപ്പോൾ ട്രെയിലർ കണ്ടപ്പോഴേക്കും. ഇതിനകത്ത് എനിക്ക് മനസ്സിലാത്തൊരു കാര്യം, എന്നാണ് സേനാപതി ബോധിധർമ്മനായി എന്നുള്ളതാണ്. ഇതിനകത്ത് ഇത്രയും മുടിയൊക്കെ ഇട്ട് ആള് മറ്റേ കരാട്ടെ കുൻഫു പരിപാടികളൊക്കെ പുള്ളി എന്ന് ഇതൊക്കെ പഠിച്ചത് മർമ്മോ സംഭവമൊക്കെ പുള്ളി പഠിച്ചായിരുന്നു. ഹിമാലയം മലയുടെ മുകളിൽ കയറി ഇരുന്ന് തപസ്സൊക്കെ ചെയ്ത് പുള്ളി എന്നാണ് ബോധിധർമ്മനായെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് മാത്രമല്ല, ഇത് അതേ സേനാപതി എന്നുള്ള ക്യാരക്ടർ തന്നെയാണോ? കാരണം ട്രെയിലറിൽ അങ്ങനെ നെടുമുടി വേണുയുടെ ക്യാരക്ടർ ഒന്ന് അങ്ങനെ പറയുന്നുണ്ട്. പൈതപ്പോൾ നെടുമുടി വേണു ഇതിനകത്ത് അഭിനയിച്ച് സിനിമ പൂർത്തീകരിച്ചു എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഇനി അവരോടൊക്കെ AI യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പുള്ളിക്ക് ഒരു ഹൊമാജാണ് ഈ സിനിമ. പുള്ളിയുടെ ലാസ്റ്റ് സിനിമ ആയിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് ഭീഷ്മപർവമാണ് പുള്ളി അവസാനം അഭിനയിച്ച സിനിമ എന്നുള്ളതാണ്. എന്തായാലും ഇതിൽ കണ്ടതിൽ ഒരുപാട് സന്തോഷം. കുറച്ചൊക്കെ ഒരു വേദനയോടെ അത് ഓർക്കുന്നു. എന്തായാലും പിന്നെ സിദ്ധാർത്ഥ് ഉണ്ട് ബോയ്സില്ല. സിദ്ധാർത്ഥിന് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്ത് സിദ്ധാർത്ഥിൻ്റെ ക്യാരക്ടർ കണ്ടിട്ട് ഒരു ട്രബിൾഡ് ടീനേജർ അല്ല, എന്നാലും അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു കോളേജ് സ്റ്റുഡൻറ്റ് വൈബൊക്കെ എനിക്ക് കിട്ടുന്നത്. പിന്നെ രഘുൽ പ്രീത് ചെറുതായിട്ട് ഈ പറഞ്ഞ ട്രെയിലറിലുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചത് ആ ഗംഭീര പാട്ട് വിഷ്വലിൽ രഘുൽ പ്രീത് ആണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ പോസ് ചെയ്ത് നോക്കിയപ്പോഴേക്കും അത് വേറെ ഏതോ എമി ജാക്സനൊക്കെ പോലെ ഇരിക്കുന്ന വേറെ നടിയാണ്. എമി ജാക്സൺ അല്ല, വേറെ ആരോ ആണ്. കണ്ടിട്ട് എമി ജാക്സൺ ആയിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. വേറെ ഏതോ ഒരു പുറം രാജ്യത്ത് നിന്നുള്ള ഒരു നടീനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. വിഷ്വൽസൊക്കെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റാഞ്ഞ ഈ ബോധിധർമ്മനെയാണ്. ഈ ബോധിധർമ്മൻ ഇവിടെ നിന്ന് വന്നത് എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ സൂര്യ ആ ഏഴാം അറിവ് എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് ആകെ ഇഷ്ടമുള്ളൊരു ഭാഗം അതാണ്. ആ ഒരു ബോധിധർമ്മൻ്റെ ആ ഒറ്റൊരു പോർഷനാണ്. ഇപ്പോൾ നമ്മുടെ ദശാവതാരത്തിൻ്റെ അവസ്ഥയായിരുന്നു എനിക്ക് ഏഴാം അറിവ്. കാരണം ആദ്യത്തെ 10 മിനിറ്റ് കിടുവായിരുന്നു. മറ്റേൽ സൂര്യയുടെ ആ ബോധിധർമ്മൻ്റെ ആ ഒരു പോർഷൻ എനിക്ക് ഏഴാം അറിവിൽ ഇഷ്ടപ്പെട്ടാണ്. ഇതിൻ്റെ അവസ്ഥ എനിക്ക് തോന്നുന്നത് ആ ബോധിധർമ്മൻ ടൈപ്പ് സാധനം എന്നെ വെറുപ്പിക്കുന്നു എനിക്ക് തോന്നണം. കാരണം എനിക്ക് ഇതിലെ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തീരെ അത് ബോധിച്ചില്ല. ഇതൊക്കെ കൂടാണ്ട് ഇതിലെ നമ്മുടെ സേനാപതി അപ്പൂപ്പൻ ഇതിനകത്ത് വയസ്സായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാത്തത്. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ വയസ്സായില്ലേ, മുഖത്ത് ചുളിവ് കുറച്ചും കൂടി പപ്പടം പോലെ കൂടി എന്നല്ലാണ്ട് വേറെ ചേഞ്ച് ഒന്നുമില്ല. ഇന്ത്യൻ 1 എന്ന് പറഞ്ഞാൽ എത്ര വർഷം മുന്നേ ഇറങ്ങിയ സിനിമയാണ്. അന്ന് ആ മേക്കപ്പ് ആക്സെപ്റ്റബിൾ ആയിരുന്നു, അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ദിസ് ഇസ് 2024. ഇപ്പം ഇവിടെ വെറ്റ ഉൾപ്പെടെ സകല ആൾക്കാരും കിഡിലും മേക്കപ്പ് ചെയ്യുന്നത്. നമ്മുടെ മലയാളത്തിൽ റോണക് സേവിയർ വരെ വേറെ ലെവല് മേക്കപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പപ്പടക്കെട്ട് മുഖത്ത് വെച്ചേക്കണത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്ക് മറ്റേ കളിമണ്ണ് മുഖത്ത് വെച്ചിട്ട് മറ്റേ എന്താണ് മര്യാദക്ക് വെള്ളം തൊടാഞ്ഞുകൊണ്ട് ക്രാക്ക് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണത്. എൻ്റെ പേഴ്സണൽ പേപ്പറാണ് ഞാനീ പറയണത്. എനിക്ക് പേഴ്സണലി തീരെ ഇഷ്ടപ്പെട്ടില്ല ഇതിലെ മേക്കപ്പ്. അതുകൂടാണ്ട് ഈ ബോധിധർമ്മൻ ലുക്ക് അത് ഒട്ടും മാച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അത് മാത്രമല്ല, ഇതിനകത്ത് പർവ്വതം ലിറ്ററലി ഹിമാലയ പർവ്വതം പോലെ ഇരിക്കുന്ന പർവ്വതത്തിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്ന കാണിക്കുന്നുണ്ട്. ഇതെന്താണ് ശങ്കർ തന്നെ ഇത് ഡയറക്റ്റ് ചെയ്തതെന്ന് എനിക്ക് ഡൗട്ടായി ഇപ്പോൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എക്സ്പെക്റ്റേഷൻ ഇതൊന്നും അല്ലായിരുന്നു. ശങ്കർ പോലെ ഒരു എയ്സ് ഫിലിം മേക്കർ 2024 ഈ കണ്ട എല്ലാ ടെക്നിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ഉള്ള ഒരു സമയത്ത് AI ഉൾപ്പെടെ ഇപ്പോൾ വേറെ ലെവലിൽ നിൽക്കുന്ന സമയത്ത് കാലത്തിന് മുന്നേ സഞ്ചരിച്ച അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള സിനിമകൾ ഇതിന് മുന്നേ എടുത്ത ഒരു ഡയറക്ടർ എന്ന നിലയിൽ അങ്ങേരിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു ഔട്ടല്ല എനിക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി ഇതിലെ ട്രെയിലർ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. പിന്നെ ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ് ഇൻ ദ മൂവി തിയേറ്റർ. സിനിമ കാണുമ്പോൾ ഇതൊക്കെ ഒരു പ്രോബ്ലം അല്ലാതെ തോന്നിയേക്കാം. സിനിമയുടെ സ്റ്റോറി കിടിലാണെങ്കിൽ എൻഗേജിങ് ആണെങ്കിൽ എൻ്റർടൈനിങ് ആണെങ്കിൽ പിന്നെ വേറെ ഒന്നും നോക്കാനില്ല. പക്ഷേ ട്രെയിലറിനെ വിലയിരുത്തുമ്പോൾ എനിക്ക് തീരെ ഇഷ്ടമായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ലിറ്ററലി 2 തവണ ട്രെയിലർ കണ്ടു. ആദ്യത്തെ തവണ കണ്ട് ഇതെന്ത് കോപ്പായി കണ്ടതെന്ന് പറയാൻ ഒന്നുകൂടി ഇരുന്ന് കണ്ട്. ഞാൻ കണ്ടത് തമിഴ് ട്രെയിലറാണ്. യൂഷ്വലി ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വന്നാൽ ഞാൻ മലയാളം കാണാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ ഇന്ത്യൻ ആയതുകൊണ്ട് എൻ്റെ ഉള്ളിൽ 1ന് അത്ര സ്ഥാനമുണ്ട്. ഞാൻ റിലീസൊക്കെ പോയി കണ്ടാണ്. എൻ്റെ വൈഫിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് പോലും ഈ ട്രെയിലർ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ തൊട്ട് പിന്നെ ഒന്നുകൂടി ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത്. പൊതുവെ അവൾ ട്രെയിലർ കാണാത്ത ആളാണ്. അവൾ ഈ ട്രെയിലർ കാണാൻ സാഹചര്യം ഉണ്ടായത് അത്ര ഇഷ്ടമുള്ളൊരു സിനിമയാണ് ഫസ്റ്റ് പടം, അതുകൊണ്ടാണ്. പക്ഷേ ദിസ് ഇസ് thoroughly ഡിസപ്പോയിൻറ്റിങ്. നല്ല അടിപൊളി വിഷ്വൽസ് കുറച്ചുണ്ടെങ്കിൽ പോലും
ഈ ഞാൻ പറഞ്ഞേ ഇതിനകത്ത് എന്താണ് ഒരു എനിക്കൊന്ന് പുള്ളിക്ക് കണക്ക് വെച്ച് നോക്കുമ്പോൾ 100 വയസ്സിന് മുകളിൽ ചിലപ്പോൾ ഉണ്ടാവും. ഈ 100 വയസ്സുള്ള അപ്പാപ്പനാണ് ഈ മറ്റേ ഗുണ്ടകളെയൊക്കെ ഇട്ട് പൂശുന്നത്. ഓക്കെ, പുള്ളി വരുമ്പോഴേക്കും മറ്റേ ഒരാൾ ഒറ്റക്ക് കിട്ടുമ്പോഴേക്കും മറ്റേ നമ്മുടെ ഒളിമ്പിയൻ അന്തോളി നേതൃത്വത്തിൽ കാണിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മണ്ണിൽ കാണിക്കുന്ന പോലെ മർമ്മത്തി കുത്തി ആളെ കൊല്ലുന്ന പറഞ്ഞാൽ ഓക്കെ, ആക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ. പക്ഷെ അത് ബിലീവബിൾ ആണ്, മേക്ക് ബിലീവ് അല്ലേ മോനെ, ഞാൻ ഓക്കെ സമ്മതിച്ച് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ 10-20 പേര് ചുറ്റും വരുമ്പോൾ പുള്ളി മറ്റേ 360 ഡിഗ്രി ക്യാമറയിൽ മറ്റേ ഒടുക്കത്തെ മാർഷൽ ആർട്ടൊക്കെ കാണിക്കുന്നത് പറഞ്ഞാൽ എൻ്റെ പൊന്നോ, ഇത് മലയാളി ഓഡിയൻസാണ്. ഞാൻ 2024 ആണ്. നമ്മൾ ഈ സാധനം എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും? എനിക്ക് പേഴ്സണലി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഇത് മറ്റേ മിഷൻ ഇമ്പോസിബിളിലെ പോലെ മറ്റേ എന്താ ചെറുമോൻ ഉണ്ടായ ആള് മറ്റേ റബ്ബർ മാസ്ക് വെച്ചിട്ട് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാനും അനുഭവം കൂടി ഇരിക്കുമ്പോൾ അനുഭവം എനിക്കൊരു റീല് കാണിച്ചു തന്നായിരുന്നു. ഒരാൾ വേറൊരു മറ്റേ റബ്ബർ മാസ്ക് ഇങ്ങനെ വെക്കണത്. എന്നിട്ട് എന്നോട് അനുഭവിച്ചത് ഇത്രയും ഒരു ക്വാളിറ്റി ഉണ്ട് ഈ സാധനത്തിൽ. ഞാൻ പറഞ്ഞാൽ അതെ, കാരണം ഇത് മിഷൻ ഇമ്പോസിബിൾ പരിശീലിച്ച് എന്താ പറയുക പരിചയപ്പെടുത്തിയ ഒരു സാധനമുണ്ട്. ആ മാസ്ക് ഇട്ട ഇതിനും ഭംഗിയുണ്ടാവും എനിക്ക് തോന്നുന്നത്. ആ റബ്ബർ മറ്റേ സാധനം എടുത്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇവരെ മോശപ്പെടുത്താൻ ശ്രമിക്കണല്ല, പക്ഷെ ഞാൻ കാര്യമായിട്ട് പറയുകയാണ്. എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല. പക്ഷെ ലിറ്ററലി ഞാൻ പറയാണ്, ഈ മറ്റേ വെറ്റയുടെ ഇതിന് മുന്നേ പുള്ളി അസോസിയേറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. നമ്മുടെ എന്താണ് ഐന് വേണ്ടിയാണെങ്കിലും ശരി വേറെ സിനിമകൾക്കൊക്കെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വെറ്റ VFX ഉണ്ട്. അതുപോലെ ഇപ്പോഴത്തെ ക്രെറ്റ VFX, അങ്ങനെ കുറെ ടീമുകളൊക്കെ ഉണ്ട്. അവരൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോർഡ് ഓഫ് ദ റിങ്സ്, ഹോബിറ്റ്, ഈ വക ടീമുകൾക്ക് വേറെ ലെവലിൽ അന്ധകാലത്ത് 1993 ലോർഡ് ഓഫ് ദ റിങ്സ് ഇറങ്ങിയിരിക്കുന്നത്. അന്ന് ആ ലെവലിൽ മേക്കപ്പ് ഇട്ട ടീമാണ്. അവരൊക്കെ കൊണ്ട് ഇത് ആരാ ചെയ്തേക്കാൻ? ഇത് മറ്റേ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ ഇവിടെയുള്ള മറ്റേ ആരെങ്കിലും കൊണ്ട് പണിയറിയാൻ പാടുള്ള ആളെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. എനിക്കറിയാൻ പാടില്ല. ഇതിൻ്റെ മേക്കപ്പ് വളരെ പരിതാപകരമാണെന്ന് ഞാൻ പറയും. ഒന്നും വേണ്ട, നമ്മുടെ റോണക് സേവിയറെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത് ഇതിനേക്കാൾ ഫാർ 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 സുപ്പീരിയർ ആയിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യണം. കാരണം പുള്ളിയുടെ ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തെ വർക്ക്സ് എടുത്ത് നോക്കിയാൽ മതി, അത് തന്നെ വേറെ ലെവലാണ്. ഇതെന്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇത് മറ്റേ ആവശ്യത്തിന് മറ്റേ മാവ് കുഴച്ചപ്പോഴൊക്കെ ചൂടുവെള്ളത്തിൽ കുഴച്ചില്ല എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. മറ്റേ എന്താണ് ക്രാക്ക് വന്ന് കിടക്കുന്നത്. ഭയങ്കര ശോകോടെ. എനിക്ക് സങ്കടം കൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. കാരണം എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു സിനിമയാണ് പാർട്ട് 1. ഞാൻ കൂടുതൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇത് വേറെ വരും. കാരണം ഇത് ഇവർക്ക് എന്താണ് കുറവുള്ള എന്നുള്ളതാണ് എനിക്ക് വിജയിക്കണം. അനിരുദ്ധിനെ പോലെ ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട്. അതുള്ളതുകൊണ്ട് ഈ ട്രെയിലർ പിന്നെ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അപ്പോഴും എൻ്റെ മനസ്സിൽ എ ആർ റഹ്മാന് കൊടുക്കേണ്ട സാധനമാണ്. കാരണം 1 ചെയ്ത എ ആർ റഹ്മാനാണ്, 2 എ ആർ റഹ്മാനെ കൊണ്ട് ചെയ്യിപ്പിക്കണമായിരുന്നു. കാരണം ആ 1 എന്ന് പറഞ്ഞാൽ 1 ഇന്ത്യൻ പാർട്ട് 1ന്റെ ഏറ്റവും വലിയ ഹാർട്ട് ആൻഡ് സോൾ എന്ന് പറഞ്ഞാൽ എ ആർ റഹ്മാന്റെ മ്യൂസിക് ആയിരുന്നു. അത് തന്നെ ആദ്യം ഒരു കലോടച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഇത് കൂടാണ്ട് ഇതേ ഇപ്പം പോട്ടെ, അതിപ്പോൾ അറ്റ്ലീസ്റ്റ് എൻജോയബിൾ ആണ്, കേൾക്കാൻ പറ്റുന്നത്. ഈ മറ്റേ കംബാക്ക് ഇന്ത്യൻ കേട്ട് ഇപ്പം ഒരു വൈബ് കിട്ടുന്നുണ്ടോ നമുക്ക്? പിന്നെ ഒരു സ്വാതന്ത്ര്യ സമര സംഭവം പോലത്തെ ഒരു പാട്ട് വേറെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പാട്ടിൻ്റെ ഹെഡ്ലൈൻ എനിക്ക് ഓർമ്മയില്ല. അതും കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ ഈ ട്രെയിലർ വന്നപ്പോൾ ആ ടീസറിൻ്റെ ഇതും കൂടി പോയി എന്നുള്ളൊരു അവസ്ഥയാണ് എനിക്ക് പേഴ്സണലി തീരെ ഇഷ്ടമായില്ല. ഞാൻ സങ്കടം കൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. കാരണം അത്ര നമ്മുടെ മനസ്സിൽ 1ന് അമ്മാതിരി ഒരു ക്ലാസിക് സ്ഥാനമുണ്ട്. ഇത് മറ്റേ 1ന്റെ എന്താണ് വിലയും കൂടെ കളയണ രീതിയിലാണ് 2ന്റെ ട്രെയിലർ വന്നിരിക്കുന്നത്. 2 എന്തായാലും ഫസ്റ്റ് ഷോ രാവിലെ എന്നല്ല, ഏത് പാതിരാത്രിയാണ് ആദ്യത്തെ ഷോ, നമ്മളത് കണ്ടിരിക്കും. അതത്രേ ഉള്ളൂ. നമ്മളുള്ള കാര്യവും പറഞ്ഞിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തുറന്നു പറയും. കമൽഹാസൻ എൻ്റെ മനസ്സിൽ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ടേഴ്സ് എവർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അയാളെ വെച്ചിട്ട് എന്താണ് വല്ല അപരാധം എടുത്തു വെക്കാനുള്ള പരിപാടിയാണെങ്കിൽ എൻ്റെ പൊന്നു ശങ്കർ സാറേ, ഞാൻ സാറിന് കൂട്ടി വിളിക്കുക, കാരണം ബഹുമാനത്തോടെ വിളിക്കുന്നതാണ്. എനിക്ക് അത്ര ഇഷ്ടമുള്ള ഡയറക്ടറാണ്. എന്താണ് ഇങ്ങനെ നിങ്ങൾ ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ കണ്ട ട്രെയിലർ ഒരു ദുസ്വപ്നമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. പടം കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് സന്തോഷത്തോടെ അഭിമാനത്തോടെ ഇറങ്ങി വരാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷെ ഈ ട്രെയിലർ കണ്ട ഒറ്റ ഇതിൽ എനിക്ക് എൻ്റെ പ്രതീക്ഷ മറ്റേ 90-ന്ന് 10-ലേക്ക് വന്നു. അങ്ങനത്തെ അവസ്ഥയാണ്. അത് ഞാൻ പറയുന്നു. കാര്യങ്ങൾ നമ്മളിവിടെ തുറന്നു പറഞ്ഞാൽ പറ്റുള്ളൂല്ലോ. നമ്മളത് തുറന്നു പറയാനാണ്. നമ്മുടെ എല്ലാ പ്രതീക്ഷയും നശിപ്പിക്കുന്ന രീതിയിലാണ് ഈ ട്രെയിലർ വന്നിരിക്കുന്നത്. ഇത് കാണണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. സത്യം പറയാല്ല, അനുഭവം പറയാറുണ്ട് ചില ട്രെയിലർ കാണേ വേണ്ട, നേരെ സിനിമക്ക് പോയാൽ മതിയെന്ന്. ഇത് കണ്ടുകഴിയുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിപ്പോയിട്ടുള്ള കാര്യം പറയാം. നിനക്ക് എന്താ തോന്നണേ? ഇവിടെ ഒരാൾ മറ്റേ സങ്കടം വന്നിട്ട് മറ്റേ ഇങ്ങനെ കിടപ്പുണ്ട് ഇവിടെ. എന്തായാലും ശരി, ഇത്ര പറയാനുള്ളത്. നിങ്ങൾക്ക് എന്ത് തോന്നിയെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടെ. എൻ്റെ ഒരു അവസ്ഥ ഞാൻ തുറന്ന് പറയാനാണ്. എനിക്ക് തീരെ ഇഷ്ടമായില്ല ട്രെയിലർ, തീരെ ഇഷ്ടമായില്ല. പടം കണ്ടു നോക്കുക എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മൾ പോയി കണ്ട്
നമ്മൾ അഭിപ്രായം ചാനലിൽ ഇടുന്നതായിരിക്കും. പക്ഷേ ഈ ട്രെയിലർ കല ഉടച്ചെന്ന് പറഞ്ഞാൽ മതി.